ലണ്ടനിലെ കിങ്സ് കോളേജ് ഹോസ്പിറ്റൽ. കഴിഞ്ഞ ദിവസം ഇവിടെ അത്യപൂർവമായ ശസ്ത്രക്രിയ നടന്നു. പാർക്കിൻസൺസ് രോഗമുള്ള ഡെനിസ് ബേക്കൽ മസ്തിഷ്ക ശസ്ത്രക്രിയക്കിടെ ക്ലാർനെറ്റ് വായിച്ചു. അറുപത്തഞ്ചുകാരിയായ ഡെനിസ് ഈസ്റ്റ് സക്സസിലെ ക്രോബറോ സ്വദേശിയാണ്. സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റ് ആയിരുന്നു. രണ്ടായിരത്തി 2014 ഡെനിസിന് പാർക്കിൻസൺസ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ നടക്കാനും നീന്താനും നൃത്തം ചെയ്യാനും പറ്റാതായി. ഇഷ്ടപ്പെട്ട ക്ലാർനെറ്റ് വായിക്കാനും കഴിഞ്ഞില്ല. നിരന്തര ചികിത്സയ്ക്ക് ശേഷവും രോഗത്തിന് മാറ്റമുണ്ടായില്ല. അങ്ങനെയാണ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ശസ്ത്രക്രിയ ചെയ്യാൻ തീരുമാനിച്ചത്. ശസ്ത്രക്രിയക്കിടെ ക്ലാർനെറ്റ് വായിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശം നൽകി. തലച്ചോറിന്റെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനാണിത്. കൂടാതെ ശസ്ത്രക്രിയ ഫലവത്താണോ എന്ന് ഉടനടി അറിയുകയും ചെയ്യാം. ഇതിനു മുൻപും പലരും മസ്തിഷ്ക ശസ്ത്രക്രിയക്കിടെ പല സംഗീതോപകരണങ്ങൾ വായിച്ചിട്ടുണ്ട്. പാർക്കിൻസൺസ് രോഗികളിൽ സാധാരണയായി കണ്ടുവരുന്ന ചലനത്തിലെ മന്ദത, പേശികളുടെ കാഠിന്യം തുടങ്ങിയവ ലഘൂകരിക്കുന്നതിനാണ് ഡെനിസിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയത്. പ്രൊഫസർ കെയുമാർസ് അഷ്കാൻ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി. 4 മണിക്കൂർ നീണ്ടുനിന്നു. DBS എന്നത് മസ്തിഷ്കത്തിൽ ഇലക്ട്രോഡുകൾ സ്ഥാപിക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ്. ശസ്ത്രക്രിയയ്ക്കിടെ ഡെനിസ് ഉണർന്നിരുന്നു. ചെറിയ ഡോസിൽ മാത്രമാണ് അനസ്തേഷ്യ നൽകിയത്. മസ്തിഷ്കത്തിൽ ഇലക്ട്രോഡുകൾ സ്ഥാപിച്ച ശേഷം ചെറിയ അളവിൽ വൈദ്യുതി കടത്തിവിട്ടപ്പോൾ അവരുടെ വിരലുകളുടെ ചലനത്തിൽ കാര്യമായ പുരോഗതി കാണാൻ കഴിഞ്ഞു. ഇത് ക്ലാർനെറ്റ് എളുപ്പത്തിൽ വായിക്കാൻ അവരെ സഹായിച്ചു. ഡെനിസിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ക്ലാർനെറ്റ് വായിക്കാനുള്ള ശേഷി മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു. തന്റെ പഴയ തട്ടകമായ ഈസ്റ്റ് ഗ്രീൻസ്റ്റഡ് കോൺസേർട്ട് ബാൻഡിൽ സജീവമാവാനും പദ്ധതിയുണ്ട്. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.